വെൽക്കം ബാക്ക്. കേരളം വിധി എഴുതാൻ പോവുകയാണ്. അടുത്ത മാസം 9-ാം തീയതിയാണ് വിധി ദിനം. ഒപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും കടക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനായില്ലെങ്കിലും 100 സീറ്റിന് മുകളിൽ നേടി വിജയിക്കുമെന്നാണ് UDFന്റെ ആത്മവിശ്വാസ പ്രകടനം. എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ UDFനകത്തെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായിട്ടില്ല. ഒപ്പം തന്നെ ചില സീറ്റുകൾ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഇന്നിപ്പോൾ ഈ തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണം നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ അവരുടെയൊക്കെ മുഖങ്ങളിൽ കാണാം കൃത്യമായൊരു തീയതി പറയാൻ കഴിയുന്നില്ല. എന്തുണ്ടാകും പട്ടിക എന്ന് കൃത്യമായി പറയാതെ ബാഹ്യമായി പറഞ്ഞു പോകുന്നു. വലിയ പ്രതീക്ഷയാണ്, അത്തരം കാര്യങ്ങൾ ടീം UDF ആണെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനകത്ത് തന്നെ ചില സീറ്റുകളിൽ തർക്കമുണ്ട്. കണ്ണൂർ ഉദാഹരണം മാത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഉഭയകക്ഷി ചർച്ചകളിലും തീരുമാനമായിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇഴഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് UDFനകത്തെ ഇപ്പോഴത്തെ ആകുലതകൾ, അവരുടെ നീക്കങ്ങൾ? പ്രജിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധ്യാനേഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ നിലവിൽ വരുന്ന ആ ഘട്ടം അതുമുതൽ നമ്മൾ സമൂഹ മാധ്യമം എടുത്താൽ, അത് കഴിഞ്ഞ് ടെലിവിഷൻ സ്ക്രീനുകൾ എടുത്താൽ, തെരുവോരങ്ങൾ എടുത്താൽ എല്ലാം തന്നെ LDFന്റെ ഒരു ആധിപത്യവും UDFന്റെ ഒരു ശൂന്യതയുമാണ് ഈ ആദ്യ മണിക്കൂറിലുള്ളത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ UDF നേതൃതലത്തിൽ പരിശോധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നത്. കാരണം ഇന്ന് നേതാക്കൾ ഓരോരുത്തരും UDF നേതാക്കൾ ഓരോരുത്തരും സ്ക്രീനിന് മുന്നിലെത്തി തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അവരുടെ ശരീരഭാഷ അത്രമേൽ കോൺഫിഡൻ്റ് അല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട സമയത്തും നമ്മൾ കണ്ടതാണത്. 100 സീറ്റിൽ മുകളിൽ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ചോദിക്കുമ്പോൾ 24 മണിക്കൂർ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇനി ലീഗിലേക്ക് വന്നാൽ, ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് നാളെ മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണാമെന്നാണ്. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് പോലും കൃത്യമായി പറയുന്നില്ല. പക്ഷേ എന്നാൽ UDFനകത്ത് ഇപ്പോൾ നടക്കുന്നത്, ലീഗെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തിയാൽ ഈ ആദ്യ ലേപ്പിൽ ഇടതുമുന്നണി CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക തൊട്ടു പിന്നാലെ വരുന്നു. അത് കഴിഞ്ഞ് 17 മിനിറ്റ് കഴിയുമ്പോഴേക്കും CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക MV ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയ എഡ്ജിനെ മറികടക്കുക എന്നുള്ളതാണ് UDFന് ഏറ്റവും ദുഷ്കരമായ കാര്യം. അത് ആദ്യ ലാപ്പിൽ നഷ്ടപ്പെടുത്തി എന്നുള്ള കുറ്റം പറച്ചൽ UDFനകത്ത് തന്നെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം K സുധാകരൻ നടത്തിയ ഇന്റേണൽ സർജിക്കൽ സ്ട്രൈക്കാണ്. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചേ മതിയാകൂ എന്ന നിലപാടെടുക്കുന്നു. മാത്രവുമല്ല, ഒരു ചർച്ചയ്ക്കും അദ്ദേഹം ഇപ്പോൾ തയ്യാറുമല്ല. ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തുമെന്ന നിലപാടിലാണ്. അങ്ങനെ വരുമ്പോൾ MP മാർ ആരൊക്കെ മത്സരിക്കണം? അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന് ശിവഗിരി മഠം ഔദ്യോഗികമായി പരസ്യമായി നിലപാടെടുക്കുന്നു. മറ്റൊന്ന്, UDFന് മലബാറിൽ ഒരു ഈഴവ കാൻഡിഡേറ്റിനെ പ്രമുഖനെ മത്സരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം, മുല്ലപ്പള്ളി പോലും സീറ്റില്ലാത്ത അവസ്ഥ. അത്തരമൊരു ഘട്ടത്തിൽ എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തിരക്കിട്ട അണിയറ ചർച്ചകളാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞുള്ള ഈ മണിക്കൂറുകളിൽ നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കല്ലട്ര മായിനാജി വരണമെന്ന് പൊതുവിൽ അവിടെ നിന്നും വലിയ തോതിൽ പ്രാദേശിക വികാരമുണ്ട്. എന്നാൽ KM ഷാജിയുടെ പേര് മുകളിൽ നിന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നു. ഇതിലെ പ്രതിഷേധം കണക്കിലെടുത്ത് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും നാളെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും വേഗം ആക്കേണ്ടതുണ്ട് UDF. അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.